നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം 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 ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഗാനത്തിന് പ്രാധാന്യമുള്ള നിരവധി കലാരൂപങ്ങൾ ആരാധനയുമായി ബന്ധപ്പെട്ടു കാണാം. സോപാന സംഗീതം, പുള്ളുവൻ പാട്ട്, തോറ്റം പാട്ട് എന്നിവ ഈ വിഭാഗത്തിൽപ്പെട്ടവയാണ്. കളമെഴുത്തുപാട്ട്, മുടിയേറ്റ്, തെയ്യം മുതലായ കലകൾക്കെല്ലാം ഭക്തിക്ക് പ്രാധാന്യമുണ്ട്. കണ്ണനാമുണ്ണിയെ കാണുമാറാകണം, കാറുളി വർണ്ണനെ കാണുമാറാകണം. ഈശ്വരനെ കാണാനുള്ള ഭക്ത മനസ്സിന്റെ വെമ്പൽ പ്രതിഫലിപ്പിക്കുന്ന വരികളാണിവ. പഴയകാല സന്ധ്യാകീർത്തനമാണിത്. ഇന്നിങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര ഭക്തർ ഉണ്ടാകും? കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം. പാഹി മാം പരാത്പര ഗിരീശ ഭക്തവത്സല ദേഹി മേ സദാശിവ നമഃ ശിവായ. പാഹി മാം പരാത്പര ഗിരീശ ഭക്തവത്സല ദേഹി മേ സദാശിവ നമഃ ശിവായ. പാഹി മാം അന്ധകാസുരാന്ധകാമുരന്ധകാദിവന്ദിത ചിന്തനീയ വിഗ്രഹ ഭവാന്റെ നാമകീർത്തനം അന്തിനേരമാദരേണ ചൊല്ലിടുന്നു ഞാനിതാ. ബന്ധുവത്സല പ്രഭോ നമഃ ശിവായ. പാഹി മാം ആർത്തരക്ഷക മഹേശ വിശ്വനായക ഭവൽ സ്ത്രോത്രമന്ത്രമാദരേണ നിത്യവും ജപിക്കുവാൻ മൃത്യുശാസന കനിഞ്ഞനുഗ്രഹിക്കു ദൈവമേ. കൃത്തിവാസസേ ഭവാൻ നമഃ ശിവായ. പാഹി മാം ഇന്ദുശേഖര ഗിരീശ പന്നഗേന്ദ്രഭൂഷണ സുന്ദരേശ്വര ജഗന്നിവാസ ഭക്തവത്സല നിന്നുടെ കൃപാതിരേകമെന്നുമെന്നിലേശുവാൻ തോന്നിടേണമേ സദാ. നമഃ ശിവായ. പാഹി മാം ഈശ്വരാ ഭവൽ പ്രകൃതിയായിടുന്ന മായയിൽ വിശ്വനായക വലച്ചിടായിക മാം ദയാനിധേ. നശ്വരങ്ങളൊക്കെയൊന്നു പാർക്കിലെൻ്റെ ദൈവമേ. വിശ്വവന്ദ്യ വിഗ്രഹ നമഃ ശിവായ. പാഹി മാം ഏകനായ രൂപനായി സനാതന സ്വരൂപനായി ലോകമാകവേ നിറഞ്ഞമർന്നിടുന്ന ദൈവമേ. ശോകസാഗരെ കിടന്നുഴഞ്ഞിടുന്നുരൻ്റെ വൻ ശോകമാകെയാറ്റണേ. നമഃ ശിവായ. പാഹി മാം ഐഹിക സുഖങ്ങളേകി രക്ഷ ചെയ്തിടുന്നതും മോഹവാരിരാശിയെ കടത്തിവിട്ടിടുന്നതും സദ്ഗതിക്കു തക്ക ഭക്തിയെ കൊടുത്തിടുന്നതും ഒക്കെയും ഭവാൻ വിഭോ. നമഃ ശിവായ. പാഹി മാം ഒട്ടുനേരമെങ്കിലും ഭവാന്റെ പുണ്യകീർത്തനം പുഷ്ടഭക്തിയോടുകൂടി നിത്യവും ജപിക്കുവാൻ അഷ്ടമൂർത്തിയെ കനിഞ്ഞനുഗ്രഹിക്ക ദൈവമേ. വിശിഷ്ടലോകവന്ദിത നമഃ ശിവായ. പാഹി മാം ഔഷധങ്ങളാൽ ശമിച്ചിടാത്ത കർമ്മവ്യാധിയും മാന്ത്രിക പ്രവർത്തിയാലൊഴിഞ്ഞിടാത്ത ബാധയും നിൻ തിരുപ്രസാദമൊന്നിനാലകന്നിടുന്നുടൻ ചന്ദ്രശേഖര പ്രഭോ. നമഃ ശിവായ. പാഹി മാം അന്തിനേരമാദരേണ അന്തരംഗ ഭക്തിയാൽ അന്ധകാരിയാം ശിവന്റെ നാമമുച്ചരിക്കിലോ
അന്തകഭയം വരാതെ കാത്തൊടുക്കുമീശ്വരന്റെ അന്തികത്തിലാക്കിടും നമഃശിവായ പാഹി മാം. മൃത്യുശാസനസ്തവം പവിത്രമുത്തമോത്തമം ഭക്തിയോടു നിത്യവും ത്രിസന്ധ്യയിൽ ജപിക്കിലോ. മർത്യരായിടുന്നവർക്കിഹത്തിലും പരത്തിലും നിത്യവും സുഖിച്ചിടാം നമഃശിവായ പാഹി മാം. മൃത്യുശാസനസ്തവം പവിത്രമുത്തമോത്തമം ഭക്തിയോടു നിത്യവും ത്രിസന്ധ്യയിൽ ജപിക്കിലോ. മർത്യരായിടുന്നവർക്കിഹത്തിലും പരത്തിലും നിത്യവും സുഖിച്ചിടാം നമഃശിവായ പാഹി മാം. ആലപ്പുഴയിലെ മുഹമ്മയിൽ സ്ഥിതി ചെയ്യുന്ന തറവാടാണ് ചീരപ്പൻചിറ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രശസ്തരായ കളരി ഗുരുക്കന്മാരുടെ തറവാടായിരുന്നു ഇത്. അയ്യപ്പൻ കളരി വിദ്യകൾ അഭ്യസിച്ചിരുന്ന കളരി എന്ന നിലയിൽ പ്രസിദ്ധമാണിവിടം. ഇന്നത്തെ കഥയമമ നമ്മെ നയിക്കുന്നത് ചീരപ്പൻചിറയിലേക്കാണ്. സ്വാമിയെ ശരണമയ്യപ്പ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നത്തെ ഭഗവാന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സ്വാമി അയ്യപ്പനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ശരണം വിളികളിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ് വീരമണികണ്ഠനെ വില്ലാളി വീരനെ എന്നുള്ളത്. ഭഗവാൻ എല്ലാ തരത്തിലുള്ള ആയുധ അഭ്യാസങ്ങളും കരസ്ഥമാക്കിയിട്ടുള്ള ഒരു യോദ്ധാവായിരുന്നു. രാജകുമാരനായതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ സംരക്ഷണവും ഒപ്പം ധർമ്മശാസ്താവിൻ്റെ അവതാരമായതുകൊണ്ട് ധർമ്മത്തിൻ്റെ സംരക്ഷണവും ഭഗവാന് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ അവതാരത്തിൽ മണികണ്ഠനായിട്ട് ജനിച്ച സമയത്ത് ഭഗവാൻ എല്ലാ തരത്തിലുള്ള അഭ്യാസ മുറകളും അഭ്യസിച്ചിരുന്നു. പല സ്ഥലങ്ങളിലായിട്ട് ഭഗവാൻ തൻ്റെ ആയുധ അഭ്യാസം നേടിയിട്ടുണ്ടെങ്കിലും കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒരു കളരി മണികണ്ഠൻ്റെ ആയുധ അഭ്യാസം നടന്ന ചരിത്രരേഖയായിട്ട് ഇന്നും അവശേഷിക്കുന്നുണ്ട്. ആ കളരിയെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയ്ക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ചീരപ്പൻചിറ കളരിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഭഗവാൻ ഒരുപാട് ആയുധങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട ആയുധങ്ങളായിരുന്നു ചുരികയും ഒപ്പം തന്നെ അമ്പും വില്ലും. ചുരിക ഉപയോഗിക്കാനുള്ള ഭഗവാന്റെ കഴിവ് ഒരു കളരി അഭ്യാസിയുടെ എല്ലാ തരത്തിലുള്ള മെയ്വഴക്കത്തോടും കൂടിയാണ് ഭഗവാൻ എല്ലാ സമയവും തൻ്റെ ആയുധ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിന് പല ഗുരുക്കന്മാർ പല സമയത്ത് ഭഗവാന് ആ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും ഭഗവാന്റെ ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അതിവിശേഷപ്പെട്ട ചില മുറകൾ പഠിക്കാനായിട്ടാണ് ഭഗവാൻ ആലപ്പുഴയിലുള്ള ചീരപ്പൻചിറ കളരിയിലേക്ക് എത്തുന്നത്. അതിൻ്റെ സാഹചര്യം നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. കാട്ടുകൊള്ളക്കാരനായിട്ടുള്ള ഒതേനനെ തുരത്താനായി നിരവധിയായിട്ടുള്ള അഭ്യാസമുറകൾ അഭ്യസിക്കണം എന്ന് ഭഗവാൻ ഒരു തോന്നലുണ്ടാവുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കടത്തനാടൻ കളരി, നമുക്കറിയാം തെക്ക് ഭാഗത്തേക്ക് അത്രയധികം പ്രചാരത്തിലില്ലാത്ത ഒരു രീതിയാണ് ഈ കടത്തനാടൻ സമ്പ്രദായം. വടക്കൻ കേരളത്തിലാണത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അവിടെ നിന്ന് ആലപ്പുഴ വന്ന് താമസിക്കുന്ന ചീരപ്പൻചിറയിലെ പണിക്കർക്ക് കടത്തനാടൻ മുറകൾ അറിയാമെന്നും അതിൽ തന്നെ ഏറ്റവും വിശേഷപ്പെട്ട അഭ്യാസമുറയായിട്ടുള്ള പൂഴിയംഗം എന്ന് പറയുന്ന അതിവിശേഷപ്പെട്ട ഒരു മുറ അറിയാമെന്നും ഭഗവാന് മനസ്സിലാകുന്നു. ഉദയനനുമായിട്ടുള്ള യുദ്ധത്തിൽ ഈ പൂഴിയംഗം വളരെയധികം സഹായകരമാവും എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഭഗവാൻ അത് പഠിക്കാനായി ഈ ചീരപ്പൻചിറ കളരിയിലേക്ക് എത്തുന്നത്. ചീരപ്പൻചിറ കളരിയിലെ പാരമ്പര്യം എന്താണെന്ന് കരുതിയാൽ അവിടുത്തെ അടുത്ത അനന്തരാവകാശിക്ക് മാത്രമേ ഈ പൂഴിയംഗം എന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള 18ാമത്തെ അടവ് അവിടുത്തെ കാരണവർ പഠിപ്പിച്ചു കൊടുക്കുകയുള്ളൂ. അങ്ങനെ ഭഗവാന് ബാക്കി എല്ലാ അഭ്യാസങ്ങളും ഗുരുനാഥൻ തന്നെ പറഞ്ഞു കൊടുത്തു. എന്നാൽ 18ാമത്തെ അടവായിട്ടുള്ള പൂഴിയംഗം ഭഗവാന് അഭ്യസിപ്പിക്കുന്നത് അവിടുത്തെ കാരണവരുടെ മകളായിട്ടുള്ള ലളിതാംബിക എന്നു പേരുള്ള പൂങ്കുഴി എന്ന് വിളിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയാണ് അടുത്ത അവകാശി. അവർക്കായിരുന്നു ഗുരുനാഥൻ ഈ അടവ് പറഞ്ഞു കൊടുത്തിരുന്നത്. എന്നാൽ മണികണ്ഠൻ്റെ ആയുധാഭ്യാസത്തിലും മണികണ്ഠൻ്റെ സൗന്ദര്യത്തിലും എല്ലാത്തിലും ആകൃഷ്ടയായിട്ടുള്ള ആ യുവതി ഭഗവാന് ഈ ഒരു അടവ് പൂഴിയംഗം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഭഗവാനോടുള്ള അതിയായിട്ടുള്ള പ്രണയം കാരണം ഭഗവാനെ വിവാഹം കഴിക്കണമെന്നൊരു ചിന്ത കൂടി ലളിതാംബികയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ
ഭഗവാൻ ഈ അവതാരത്തിൽ നൈഷ്ഠിക ബ്രഹ്മചാരി ആയതുകൊണ്ട് ആ ദേവിയുടെ ആവശ്യം തൽക്കാലത്തേക്ക് നിരസിക്കുന്നതായിട്ടാണ് കഥയിൽ പറഞ്ഞു പോരുന്നത്. അങ്ങനെ ആ ലളിതാംബികയാണ് മാളികപ്പുറത്തമ്മയായിട്ട് മാറിയത് എന്നാണ് ചീരപ്പൻ ചിറയിലെ വ്യാഖ്യാനം. കഴിഞ്ഞില്ല. ഭഗവാൻ ഉദയനനെ നിഗ്രഹിച്ചതിന് ശേഷം ശബരിമലയിൽ താപസ രൂപത്തിലേക്ക് ശാസ്താവിൽ ലയിച്ചതിന് ശേഷം എല്ലാ വർഷവും മുടങ്ങാതെ ഭഗവാനെ കാണാൻ ചീരപ്പൻ ചിറയിലെ ഭഗവാന്റെ അധ്യാപകൻ, ഭഗവാന്റെ ഗുരുനാഥൻ ചെല്ലുമായിരുന്നത്രേ. പ്രായാധിക്യത്തിൽ അദ്ദേഹത്തിന് അവിടെ ചെന്ന് ഭഗവാനെ കാണാൻ സാധിക്കാതെ വന്ന സമയത്ത് വലിയ വിഷമം അദ്ദേഹത്തിനുണ്ടായി. ഭഗവാനെ ഇനി എന്ന് അങ്ങേ വന്ന് കാണാൻ സാധിക്കുമെന്ന് അറിയില്ല എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് ഭഗവാന്റെ സ്വപ്ന ദർശനം ഉണ്ടാവുകയും ഞാൻ അങ്ങയുടെ കൂടെ തന്നെ എല്ലാ സമയത്തും ഉണ്ട്, എങ്കിലും എൻ്റെ ഒരു ക്ഷേത്രം അങ്ങേക്ക് ഇവിടെ ഈ കളരിയിൽ തന്നെ നിർമ്മിക്കാവുന്നതാണ്, അതിനു വേണ്ട എല്ലാ സാമഗ്രികളും ഇവിടെ തനിയെ എത്തിച്ചേരും എന്നും ഭഗവാന്റെ സ്വപ്ന ദർശനം ഉണ്ടായി എന്നാണ്. പിറ്റേ ദിവസം ചീരപ്പൻ ചിറയിലൂടെ ഒരു വലിയ തേക്കുമരം ഒഴുകിയെത്തിയെന്നും ആ തേക്കുമരം കൊണ്ട് ഇന്നും കളരിയിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ച് നമുക്കത് പോയി കാണാൻ സാധിക്കും, തൊഴാൻ സാധിക്കും. ഭഗവാൻ അയ്യപ്പ സ്വാമിയുടെ തന്നെ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ പേര് മുക്കാൽ വട്ടം ക്ഷേത്രം എന്നാണ്. ഐതിഹ്യത്തിൽ പറയുന്നത് ശബരിമലയിൽ ഇരിക്കുന്ന ശാസ്താവിൻ്റെ മുക്കാൽ ഭാഗം ചൈതന്യവും ഈ മുക്കാൽവട്ടം ക്ഷേത്രത്തിലുണ്ട് എന്നാണ്. കാരണം തൻ്റെ അധ്യാപകന്, തൻ്റെ ഗുരുനാഥന് തന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി ഭഗവാൻ സദാസമയവും ഭഗവാന്റെ ചൈതന്യം ആ ക്ഷേത്രത്തിലുള്ളതായിട്ടും വിശ്വസിക്കപ്പെടുന്നു. അവിടെ ഭഗവാന്റെ ഭാവം അതിവിശേഷമാണ്. ഈ പൂഴിയംഗത്തിന് പുറപ്പെടുന്നതിന് മുമ്പ്, ആ പൂഴിയംഗം നടത്തുന്നതിന് മുമ്പായി ഒരു പ്രത്യേക തരത്തിലുള്ള വീരഭദ്രാസനം എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഇരുത്തമുണ്ട്. ആ ഇരുത്തത്തിലിരിക്കുന്ന ഭാവത്തിലാണ് ഭഗവാനെ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഭഗവാൻ പോരാളിയായിരുന്നു, ഭഗവാൻ യോദ്ധാവായിരുന്നു. ഭഗവാൻ അവിടെ നിന്ന് പഠിച്ച പൂഴിയംഗം പ്രാവർത്തികമാക്കാൻ പോകുന്നതിനും തൊട്ട് മുമ്പുള്ള ഭാവത്തിലാണ് ഗുരുനാഥന് ഭഗവാന്റെ ദർശനം കിട്ടിയതെന്നാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ക്ഷേത്രവും ഇന്നും ചീരപ്പൻ ചിറയിലുണ്ട്. നോക്കൂ, ഭഗവാൻ ആത്യന്തികമായിട്ട് നമ്മളോടൊക്കെ തന്നെ പറയുന്നത് ഗുരുക്കന്മാരെ ബഹുമാനിക്കാനും കഴിയുന്നത്ര വിദ്യ നേടാനുമാണ്. ഭഗവാൻ അത് ഭഗവാന്റെ അവതാരകാലത്ത് യഥേഷ്ടം ചെയ്തിരുന്നു. അപ്പോൾ ഇന്നേ ദിവസം ചീരപ്പൻ ചിറയെ അനുസ്മരിക്കാനും അവിടെ ഇരിക്കുന്ന അയ്യപ്പസ്വാമിയെ നമസ്കരിക്കാനും സാധിച്ചതിനുള്ള നന്ദി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ മറ്റൊരു കഥയുമായി അടുത്ത ദിവസം വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി. സ്വാമി ശരണമയ്യപ്പ. പ്രാചീന കാലത്ത് ദ്രാവിഡ വിഭാഗക്കാർ ആരാധിച്ചിരുന്ന പല ദേവസ്ഥാനങ്ങളും ആര്യന്മാരുടെ വരവോടെ നശിപ്പിക്കപ്പെടുകയോ പിടിച്ചെടുക്കപ്പെടുകയോ ചെയ്തു. ചില ആരാധനാമൂർത്തികളെ ഉപദേവതകളായി മാറ്റി. ആര്യദ്രാവിഡ വിഭാഗങ്ങൾ പരസ്പരം ലയിച്ചു ചേർന്ന സ്ഥാനങ്ങളിൽ പല മൂർത്തികളും പരിഷ്കരിക്കപ്പെട്ടു. മാടനും മറുതയും യക്ഷിയുമെല്ലാം അത്തരത്തിൽ ഉപദേവതാമാരായി മാറ്റപ്പെട്ടവരാണ്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ഇത് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. ശിവചൈതന്യം ഭക്തജനങ്ങളിൽ അനുഗ്രഹദായകമാകുന്ന ദേവസങ്കേതം. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയ്ക്കടുത്ത് കണ്ടിയൂർ എന്ന പ്രദേശത്താണ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2.5 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് കണ്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്തു നിന്നും വരുന്നവർ കായംകുളത്തു നിന്നും 10 കിലോമീറ്റർ സഞ്ചരിച്ചാലും എറണാകുളം ഭാഗത്തു നിന്നും വരുന്നവർ നങ്ങ്യാർകുളങ്ങര കവലയിൽ ഇറങ്ങി 9 കിലോമീറ്റർ സഞ്ചരിച്ചാലും ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരാം. ശംഭോ സ്വയംഭോ ഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ ഭോ ശംഭോ ശിവശംഭോ സ്വയം. കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് പഴമക്കാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഐതിഹ്യം ഇപ്രകാരമാണ്. പണ്ട് ഈ പ്രദേശത്ത് മൃഗണ്ഡു എന്നു പേരായ ശിവഭക്തനായ ഒരു പുണ്യപുരുഷൻ ജീവിച്ചിരുന്നു. മൃഗണ്ഡു എന്നു പേരായ ഈ ഭക്തന് ഈ പ്രദേശത്ത് ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ച് ആരാധന നടത്തിയാൽ കൊള്ളാമെന്ന് ആഗ്രഹം ജനിച്ചു. ഏറെക്കാലത്തെ ചിന്തയ്ക്കു ശേഷം ഭക്തന് ഒരു ഉൾവിളി ഉണ്ടാവുകയും അദ്ദേഹം കാശിയിലേക്ക് യാത്ര പുറപ്പെടുകയും ചെയ്തു. കുറച്ചു കാലം കാശി വിശ്വനാഥനെ ആരാധിച്ച് കഴിച്ചുകൂട്ടിയ മൃഗണ്ഡു എന്ന ഭക്തന് ഒരു ദിവസം ഗംഗയിൽ നിന്നും ഒരു ശിവലിംഗം ലഭിച്ചു. ചൈതന്യവത്തായ ആ ശിവലിംഗം കാശിയിലെ സന്യാസി ശ്രേഷ്ഠരുടെ ആശീർവാദത്തോടെ മൃഗണ്ഡു ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരികയും പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്ന് പറഞ്ഞു വരുന്നു.
ഈ വിധം ശ്രീകണ്ഠന്റെ പ്രതിഷ്ഠയുള്ള ഊര് എന്ന അർത്ഥത്തിൽ ഈ സ്ഥലത്തിന് കണ്ടിയൂർ എന്ന പേര് വരികയും കാലാന്തരത്തിൽ കണ്ടിയൂറായി മാറി എന്നും വിശ്വസിക്കപ്പെടുന്നു. നിർഗുണ പരബ്രഹ്മ സ്വരൂപ, നിർഗുണ പരബ്രഹ്മ സ്വരൂപ. എന്നാൽ ഈ ഐതിഹ്യത്തിനോടൊപ്പം തന്നെ മറ്റൊന്നും കേട്ടുകേൾവിയായി ഇവിടെ പ്രചരിച്ചു വരുന്നു. പരമശിവഭക്തനായ മാർക്കണ്ഡേയ മുനിയുടെ പിതാവായ മൃഗണ്ഡു മുനിയാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ആ വിശ്വാസം. മൃഗണ്ഡു മുനി ഒരിക്കൽ ഗംഗാസ്നാനത്തിനെത്തിയപ്പോൾ നദിയിൽ നിന്നും പരമേശ്വര വിഗ്രഹം ലഭിക്കുകയും വിശിഷ്ടമായ വിഗ്രഹം ശുദ്ധവും യോഗ്യവുമായ സ്ഥലത്തു മാത്രമേ വയ്ക്കാവൂ എന്നും അശരീരിയുണ്ടായി. തുടർന്ന് മൃഗണ്ഡു മുനി തന്റെ ശിഷ്യഗണങ്ങളോടൊപ്പം ഭാരതത്തിൽ പലയിടത്തും സഞ്ചരിക്കുകയും ഒടുവിൽ ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു എന്നും പുരാണം പറയുന്നു. ഇവിടെ എത്തിയപ്പോൾ കണ്ടതിൽ നല്ല ഊര് ഇവിടമാണെന്ന് മനസ്സിലാക്കി പ്രതിഷ്ഠ നടത്തിയെന്നും ഐതിഹ്യം പറയുന്നു. കണ്ട ഊര് പിന്നീട് കണ്ടിയൂരായി മാറിയെന്നുമാണ് പഴമ. അതിശയ അക്ഷയലിംഗ ഭോ ശംഭോ ശിവ ശംഭോ സ്വയംഭോ, ഭോ ശംഭോ ശിവ ശംഭോ സ്വയംഭോ. കുലശേഖര ചക്രവർത്തിമാരുടെ കാലശേഷം കേരളം ക്രമേണ ബ്രാഹ്മണരായ രക്ഷാപുരുഷന്മാരുടെ അധീനതയിലായി തീർന്നു. ഈ സമയത്ത് കണ്ടിയൂർ ക്ഷേത്രത്തിന്റെ ഭരണകാര്യങ്ങളും ഈ ബ്രാഹ്മണരുടെ അധീനതയിലായി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇക്കാലത്ത് ക്ഷേത്ര സംബന്ധമായ പണികളും മറ്റും നടന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ സമയത്ത് തന്നെ മാടമ്പി, കുറുപ്പ്, പിള്ള, കൈമൾ, പണിക്കർ, വലിയത്താൻ എന്നീ സ്ഥാനമാനങ്ങളോടെ ഒരു ഭരണസമിതി രൂപമെടുത്തിരുന്നു. ഈ യോഗത്തിൽ 6 വീട്ടിൽ മാടമ്പിമാരായിരുന്ന മന്ത്രി, മരങ്ങാടൻ, കുന്നം, മുഞ്ഞനാടൻ, പുല്ലേലി, മണപ്പള്ളി എന്നിവരായിരുന്നു പ്രമാണികൾ. ആയിക്കാട്ട് കൈമളായിരുന്നു അടുത്ത പ്രധാനി. ഈ കുടുംബത്തിലെ മൂത്തയാൾ ക്ഷേത്രഭരണ സമിതിയിലെ അംഗമെന്ന നിലയിൽ കണ്ടിയൂരിൽ കൈമൾ വീട് അഥവാ കൈമൂട് തന്റെ അധിവാസ സ്ഥാനമാക്കിയിരുന്നു. പത്തായത്തിൻ കീഴ് വലിയത്താൻ, മാവോലിൽ പണിക്കർ, പനക്കൽ വലിയത്താൻ തുടങ്ങിയവരും ഈ യോഗത്തിൽ അംഗങ്ങളായിരുന്നു. ഈ വിധം യോഗം രൂപം പൂണ്ടത് ഏതാണ്ട് കൊല്ലവർഷാരംഭത്തോടു കൂടിയാണ് എന്ന് വേണം അനുമാനിക്കാൻ. ശിവശങ്കരനാമം പാടുമ്പോൾ മനസ്സിൽ വൈക്കം മഹാദേവൻ ഓടിയെത്തും. ചരിത്രത്തിന്റെ നാൾവഴികളിലൂടെ ഈ ക്ഷേത്രത്തിന്റെ കഥ ഈ വിധമാണ്. ഓടനാട് രാജാവിന്റെ അധീനതയിലായിരുന്നു പണ്ട് കണ്ടിയൂർ ക്ഷേത്രമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചിറവ സ്വരൂപത്തിന്റെയും മാവേലിക്കര മാടത്തിൻകൂർ സ്വരൂപത്തിന്റെയും പൊതു സ്വത്തെന്ന നിലയിലായിരുന്നു ഈ ദേവസ്ഥാനം സംരക്ഷിക്കപ്പെട്ടു പോന്നത്. പിന്നീട് കായംകുളം രാജാവും അതിനുശേഷം മാർത്താണ്ഡവർമ്മയും ക്ഷേത്രം കൈവശപ്പെടുത്തിയതാവാമെന്ന് ചരിത്രം പറയും. ഓടനാട് രാജാവുമായി യുദ്ധത്തിലേർപ്പെട്ട കായംകുളം രാജാവ് ക്ഷേത്രത്തിൽ കയറി വാതിലടച്ച് പിൻവാതിൽ വഴി രക്ഷപ്പെട്ടു എന്നൊരു കഥയും ഇവിടെ പറഞ്ഞു കേൾക്കും. വേണാടിന്റെ സാമന്ത രാജ്യമായിരുന്നു അക്കാലത്ത് ഓടനാടെന്ന് കരുതുന്നു. കണ്ടിയൂർ മറ്റമായിരുന്നു തലസ്ഥാനം. കണ്ടിയൂർ മറ്റം പടപ്പാട്ട് എന്നൊരു കലാരൂപവും ഇവിടെ നിലനിന്നിരുന്നു. മിഥുനം കർക്കിടകം മാസത്തിലെ കളരി അഭ്യാസത്തെ തുടർന്ന് ചിങ്ങമാസത്തിലെ ഓണക്കാലത്താണ് കണ്ടിയൂർ മറ്റം പടപ്പാട്ട് നടത്തിയിരുന്നത്. ഓണപ്പാട്ടാണ് കണ്ടിയൂർ മറ്റം പടപ്പാട്ട്. ദേശവാസികളുടെ കീഴിൽ കരകളിലെ യോദ്ധാക്കന്മാർ യുദ്ധം നടത്തും. പടത്തലവന്മാർ നായർ പടകളെ പടനിലത്തിലേക്ക് അയക്കും. മുറിവേൽക്കുന്നവർക്ക് ചികിത്സയും മരണപ്പെടുന്നവരുടെ ശവസംസ്കാരത്തിന് പട്ടും മറ്റും നൽകുകയും വിജയികൾക്ക് പാരിതോഷികങ്ങളും നൽകിയിരുന്നു. കണ്ടിയൂരെന്ന് തെളിവുകൾ വ്യക്തമാക്കുന്നു. ചെറുകര കുട്ടത്തി, ചെറുകര ഉണ്ണിയാടി, മുത്തൂറ്റിളയച്ചി, കുറുങ്ങാട്ട് വീട്ടിലെ ഉണ്ണൂലിമാർ, ഉണ്ണിച്ചക്കി, ചിരുദേവി തുടങ്ങിയവർ ഈ ക്ഷേത്രത്തിലെ ദേവദാസിമാരായിരുന്നു എന്നാണ് പഴമ.
കണ്ടിയൂർ ക്ഷേത്രം നിലനിൽക്കുന്നതിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു ചെറുകര വീട്. ചെറുകര കുട്ടത്തിക്ക് 12 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടായില്ല. ഒടുവിൽ ക്ഷേത്രത്തിൽ ഭജനമിരുന്ന ശേഷമാണ് മകൾ ഉണ്ണിയാടി പിറന്നത്. ഉണ്ണിയാടി സ്വയംവര രീതിയിൽ കൊച്ചി പെരുമ്പടപ്പ് രാജവംശത്തിലെ യുവരാജാവ് രാമവർമ്മയെ വരിച്ചു. പിന്നീട് പെരുമ്പടപ്പിന്റെ തലസ്ഥാനമായ കൊടുങ്ങല്ലൂരിലെ തിരുവഞ്ചിക്കുളത്തേക്ക് പോയി എന്നാണ് പുരാവൃത്തം. ഏതാണ്ട് AD 800 വരെ കണ്ടിയൂർ ക്ഷേത്രവും പരിസരവും ബുദ്ധമത വിഹാര കേന്ദ്രങ്ങളായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. കണ്ടിയൂർ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തിന്റെ കോണിൽ ഒരു മഹാവിഹാരം ബുദ്ധമത ഭിക്ഷുക്കൾ നിർമ്മിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ ഉത്സവകാര്യങ്ങളിലും മറ്റും ബുദ്ധഭിക്ഷുക്കൾ സ്വാധീനം ചെലുത്തിയിരുന്നു. ഇതിന് ഉപോത്ബലകമെന്ന നിലയിലാണ് കണ്ടിയൂർ കരയിൽ കണ്ടുവരുന്ന പള്ളിയിൽ ഭവനവും ഓണം പള്ളിയിൽ ഭവനവും. പണ്ടുകാലത്ത് ഇവ ബുദ്ധവിഹാര കേന്ദ്രങ്ങളായിരുന്നു എന്നാണ് വിശ്വാസം. എന്നാൽ കാലക്രമേണ ബുദ്ധമതം ക്ഷയോന്മുഖമായി. പെരുമാക്കന്മാരിൽ ഒടുവിലത്തെ പെരുമാൾ ഭാസ്കര രവിവർമ്മ വിദ്വാനും സംസ്കൃത പണ്ഡിതനുമായിരുന്നു. പിതാവ് കുലശേഖരവർമ്മനെ പോലെ കൂത്തിനും കൂടിയാട്ടത്തിനും കൂടുതൽ പ്രചാരം വളർത്താൻ ഇദ്ദേഹം ബദ്ധശ്രദ്ധനായിരുന്നു. ഇദ്ദേഹത്തിന്റെ കാലത്തായിരിക്കാം കണ്ടിയൂർ ക്ഷേത്രത്തിൽ നാം കാണുന്ന കൂത്തമ്പലം പണികഴിപ്പിച്ചതെന്ന് വിശ്വസിക്കുന്നു. ശിവശങ്കരനാമം. ബുദ്ധമതക്കാരുടെ പിൻവാങ്ങലിനു ശേഷം നാം കണ്ടിയൂരിൽ ഇന്ന് കാണുന്ന കിരാതമൂർത്തി പ്രതിഷ്ഠ നടത്തിയത് ആദി ശങ്കരാചാര്യ ഭഗവത്പാദരുടെ ശിഷ്യനായ പത്മപാദാചാര്യർ ആയിരുന്നു. AD 823 ഇത്. ഇതിനുശേഷമാണ് കണ്ടിയൂരപ്പൻ കിരാതമൂർത്തിയായി അറിയപ്പെട്ടത്. ശ്രീനീലകണ്ഠ നമസ്തേ ശംഭോ മഹാദേവ ശിവശങ്കര പാഹി ഗംഗാധര. AD 1350-നും 65-നും ഇടയ്ക്ക് രചിക്കപ്പെട്ടതെന്ന് കരുതുന്ന ഉണ്ണുനീര് സന്ദേശത്തിൽ കണ്ടിയൂർ ക്ഷേത്രം വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. ഉണ്ണുനീര് സന്ദേശത്തിൽ സന്ദേശവാഹകനോട് കണ്ടിയൂർ തമ്പുരാനെ കണ്ടേ പോകാവൂ എന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. ആദ്യകാലത്ത് ശിവപ്രതിഷ്ഠയായിരുന്നുവെങ്കിലും ഇന്ന് കിരാതമൂർത്തി സങ്കല്പത്തിലാണ് പൂജകൾ. കിഴക്കോട്ട് ദർശനമായാണ് ദേവൻ ഇവിടെ ഇരുന്നരുളുന്നത്. 3 പൂജയാണ് ഇവിടെ. നെടുമ്പള്ളി തരണനല്ലൂർ മനയ്ക്കാണ് തന്ത്രാധികാരം. ശ്രീരുദ്രനും നീ മഹിതമാം നടന കലകൾക്കധീശ കഴിയുമോ നിന്റെ. കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് വളരെയേറെ പ്രത്യേകതകളുണ്ട്. ചതുരത്തറയുടെ മുകളിൽ വട്ട ശ്രീകോവിലിലാണ് ദേവന്റെ പ്രതിഷ്ഠ. ത്രിവിധ ഭാവത്തിലാണ് ഇവിടെ കണ്ടിയൂരപ്പൻ ഭക്തജനങ്ങൾക്ക് ദർശനമരുളുന്നത്. പ്രഭാതത്തിൽ ദക്ഷിണാമൂർത്തിയായും മധ്യാഹ്നത്തിൽ കിരാതമൂർത്തിയായും സായാഹ്നത്തിൽ പാർവതീ സമേതനായും ഭഗവാൻ ഇവിടെ ഇരുന്നരുളുന്നു. നിരവധി ഉപദേവതാ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. ശിവഭഗവാന്റെ വ്യത്യസ്ത ഭാവങ്ങളാണ് ഇവിടെ ഉപദേവതമാരായിരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. പരമേശ്വരൻ, ഗംഗാപതി, വിശ്വനാഥൻ, മൃത്യുഞ്ജയൻ എന്നിവയെ കൂടാതെ മഹാവിഷ്ണു, ശാസ്താവ്, ഗോശാല കൃഷ്ണൻ, ഗണപതി, സുബ്രഹ്മണ്യൻ, അന്നപൂർണേശ്വരി, നാഗരാജാവ്, നാഗയക്ഷി, ബ്രഹ്മരക്ഷസ് തുടങ്ങിയ ഉപദേവതകളും ഇവിടെ ദർശനമരുളുന്നു. കലിയുഗം വാഴ്ത്തും കാരുണ്യമല്ലേ തിരുപദം അവിരതം അകമിതിൽ ഉണരുവാൻ കനിയണേ സ്മരഹരാദേവ. ശംഭോ മഹാദേവ ശിവശങ്കര പാഹി ഗംഗാധര നാഗപരിശോഭിത ഭസ്മ വിഭൂഷിത ബിൽവപത്രപ്രിയ പൊന്നേരിയിൽ വാഴും ദേവദേവ. ചരിത്രത്തിനും ഐതിഹ്യത്തിനും അപ്പുറത്ത് ഒരു ജനതയുടെ, ഒരു ദേശത്തിന്റെ സർവരക്ഷകനായി മാറുകയാണ് ഇവിടെ കണ്ടിയൂരപ്പൻ. നിശ്ചലമായ ജലത്തിലാണ് നമുക്ക് നമ്മുടെ പ്രതിബിംബം വ്യക്തമായി കാണാൻ കഴിയുക. അതുപോലെ തെളിഞ്ഞതും ശാന്തവുമായ മനസ്സോടെ ഇരുന്നാൽ നമുക്ക് നമ്മെ തന്നെ തിരിച്ചറിയാം. നമ്മുടെ പോരായ്മകൾ അറിഞ്ഞ് തിരുത്താനും നമ്മുടെ കഴിവുകൾ അറിഞ്ഞ് പ്രവർത്തിക്കാനും അത് നമ്മെ സഹായിക്കും. ഏകാഗ്രതയോടെ കുറച്ചു നിമിഷങ്ങൾ ഓരോ ദിവസവും മാറ്റിവെക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.